വില അമ്മായി ഒട്ടും കുറയ്ക്കില്ല കേട്ടോ. ഏട്ടനത് സമ്മതിച്ച നാളെ തന്നെ അത് മാറ്റി എഴുതാനുള്ള ഏർപ്പാടും കാശിന്റെ ഏർപ്പാടും നമുക്ക് ശരിയാക്കാം. എന്നാ ശരി, ശിവാനന്ദനെ കൂടി ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. അയ്യ, ചെറിയേട്ടൻ അറിഞ്ഞാൽ അത് മുടക്കും. അപ്പൊ പിന്നെ ഞാൻ ആഗ്രഹിച്ചൊന്നും നടക്കൂല. ശരി, ശിവാനന്ദനോട് ചോദിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ നാളെ നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. എന്റെ ദൈവമേ, എന്റെ ചേട്ടന്റെ മരുമോക്ക് ദീർഘായുസ് കൊടുക്കണേ. പ്രിയമുള്ളവരെ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്തിൽ ക്രമസമാധാനം ഭദ്രമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് നാട്ടുകാരുമായി ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയത്. അല്ലാതെ കമ്പനിക്കാരുമായിട്ട് എനിക്ക് തെറ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനെന്നും ഇവിടുത്തെ കർഷകരുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അത് വേണുവിനും ഹരിക്കും എല്ലാവർക്കും അറിയാം. നമ്മുടെ പഞ്ചായത്തിൽ കർഷകർ അവരുടെ തീരുമാനം അനുസരിച്ച് ഒരു സമരം ആരംഭിക്കുകയാണെങ്കിൽ അതിന്റെ മുൻനിരയിൽ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇനി ഹരി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, പുഞ്ചക്കരി പാടത്തിന്റെ കാര്യത്തില് ഗവൺമെന്റ് നമുക്ക് തന്നിരുന്ന ഉറപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഏതോ ഒരു അർദ്ധരാത്രിയിൽ ആരോ ചട്ടങ്ങളൊക്കെ മറികടന്ന് ഉടമസ്ഥാവകാശം ആ കമ്പനിക്ക് കൊടുക്കുകയും ചെയ്തു. എന്ന് കരുതി അതൊന്നും ഒന്നിന്റെ അവസാനമല്ലല്ലോ. ഇപ്പൊ തന്നെ ആ കമ്പനിക്കാര് ശ്രമിക്കുന്നത് പുഞ്ചക്കരി പാടത്തിന്റെ ചുറ്റുമുള്ള ഭൂമികളൊക്കെ വാങ്ങിക്കൂട്ടി നമ്മുടെ നാടിനെ ഒരു തരിശു ഭൂമിയാക്കാനാണ്. അത് ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത്. നമുക്ക് നമ്മുടെ ഭൂമി സംരക്ഷിക്കണം. അതിനുവേണ്ടി ഏതളവിൽ വേണമെങ്കിലും സമരം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഹരി, ആരോഗ്യപരമായി ഞാൻ അല്പം ക്ഷീണത്തിലാണ്. ഒരു വീഴ്ച വീണതിൽ പിന്നെ പഴയതുപോലെ ഓടാനും ചാടാനൊന്നും പറ്റുന്നില്ല. പക്ഷേ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾ പോകുന്ന എന്ത് കാര്യത്തിനും എന്റെ മകൻ സുധി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാൻ വരാം ഹരിയേട്ടാ. കമ്പനിക്കാർക്ക് ഇതൊരു അത്യാവശ്യമായിരിക്കും, പക്ഷെ നമ്മുടെ നാടിന് ഇതൊരു അത്യാവശ്യമല്ലല്ലോ. ഈ ഒരു കാര്യത്തിന് രാവും പകലും ഹരിയേട്ടൻ്റെ വേണുവിൻ്റെ ഒപ്പം കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാ. ആ അതെ, പിന്നെ ഒരു കാര്യം, ഇത്തരം കമ്പനിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് അവരോട് പോരടിക്കാൻ ആരും പോകണ്ട. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അക്കാര്യത്തിൽ രാമകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞതിൽ എനിക്ക് യോജിപ്പുണ്ട്. ആ നമ്മൾ സഞ്ചരിക്കുന്നത് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെയായിരിക്കണം. നമ്മുടെ ആവശ്യങ്ങള് മുകളിലുള്ളവരെ ബോധ്യപ്പെടുത്തണം. അവരെടുത്ത തീരുമാനം നമ്മൾ തിരുത്തിക്കുക. അതാണ് ശരി. എന്താടാ നീ എവിടെയാ? അമ്മേ, ഹരി ഇളയമ്മാവനും കൂടെ ഇവിടെ യോഗം ചേർന്നോണ്ടിരിക്കുക.
കമ്പനിക്കാരെ ഓടിക്കണം എന്നൊക്കെയാ അവര് പറയുന്നേ. ഓ ശ്രുതി അവരുടെ കൂടെയുണ്ട്. ആണോ? നീ ആ കൂട്ടത്തിരിക്കുവാണോ? ഓ അല്ല അമ്മേ, ഞാനേ ഇവിടെ മറിഞ്ഞു നിൽക്കുക. ആ അതെ, അവരെന്തൊക്കെയാണ് പറയണേന്ന് കൃത്യമായിട്ട് കേട്ടിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറയണം. അതെ ദേ, അവരാരും നിന്നെ കാണാതെ നോക്കുകയും വേണം. പറഞ്ഞു കേട്ടല്ലോ? അതൊക്കെ ഞാൻ ഏറ്റു. ശരി. പിന്നെ മോനെ ശ്രദ്ധിക്കണം കേട്ടോ. ആ അമ്മേ. നമ്മുടെ സമരത്തിന്റെ ആദ്യ പടിയായിട്ട് നമ്മുടെ നാട്ടിൽ കൃഷിഭൂമിയുള്ള എല്ലാരും കൂടി ഒത്തുചേർന്ന് ഒപ്പിട്ട ഒരു നിവേദനം മന്ത്രിതലത്തിൽ വരെ എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ പുഞ്ചക്കരി പാടത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അത് പ്രസിഡന്റാ നമുക്ക് ഉറപ്പ് തരേണ്ടത്. നമുക്ക് പോവാം ഹരി. തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ നേരിട്ട് കണ്ട് നമുക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാം. അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. വിമലേ, ഇങ്ങോട്ട് വാടാ. നിന്നെ തന്നെയാണ്. എന്നെയാ? നമസ്കാരം. നീ എന്താ ഇവിടെ? ഒന്നുമില്ല അമ്മാവ. എല്ലാരും കൂടെ കൂടിയിരിക്കുന്ന കണ്ടപ്പോ. ഇവിടെ എല്ലാരും കൂടിയിരിക്കുന്നതേ ഒരു പ്രധാന കാര്യം സംസാരിക്കാനാ. അതിന് നിന്റെ ആവശ്യമില്ല. ആ നീ പോവാൻ നോക്ക്. കാര്യം പെങ്ങടെ മോനൊക്കെ തന്നെയാ, പക്ഷെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ചിലപ്പോ വളരെ അടിയന്തരമായിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കൂടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ദിവസവും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാരെയും അറിയിക്കാം. തൽക്കാലം നമുക്ക് ഇതങ്ങ് തീരുമാനിക്കാം. ഈ മണ്ണ് നമ്മുടേതാണെന്ന്, ഇത് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. ഇൻകുലാബ് സിന്ദാബാദ്, സിന്ദാബാദ്. പുഞ്ചക്കരിപ്പാടം നമ്മുടെ ഭൂമി, ഇൻകുലാബ് സിന്ദാബാദ്, സിന്ദാബാദ്. ആർ ഇൻഡസ്ട്രി നാടുവിടുക, പുഞ്ചക്കരിപ്പാടം നമ്മുടെ ഭൂമി, ഇൻകുലാബ് സിന്ദാബാദ്, സിന്ദാബാദ്. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. എന്റെ പൊന്ന സാംസേ, ഇതിനു മുമ്പ് എത്രയോ പേര് കമ്പനി തുടങ്ങാൻ വേണ്ടി ഈ നാട്ടിൽ വന്നിരിക്കുന്നു. ഈ നാട്ടിലുള്ളവരെല്ലാരും കൂടി അവരെ ഓടിച്ചു വിട്ടില്ലേ? ഇപ്പൊ ഈ യോഗം കൂടിയിരിക്കുന്നതേ നിങ്ങളെ ആട്ടി പായിക്കാൻ വേണ്ടിട്ടാ. ആ ഹരി എന്ന് പറഞ്ഞവനുണ്ടല്ലോ, ഒതുക്കുകയാണെങ്കിൽ ആദ്യം ഒതുക്കണ്ട അവനെ. അവന്റെ നാവ് ഒതുങ്ങിയ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ നടക്കും. പാലക്കാടിന്റെ കാറ്റും വീര്യൊക്കെ പറയുമ്പോ ഇവിടെ ഉള്ളവർക്ക് തോന്നും ലോകത്തിലെ ഏറ്റവും വലിയ യോദ്ധാക്കൾ ഇവരാണ്. പക്ഷേ ഞാൻ എന്റെ കമ്പനിയുമായി ഇതിനു മുമ്പൊക്കെ ഇറങ്ങിച്ചെന്നത് ക്രിമിനൽസിന്റെ താവളത്തിലേക്ക്. അവിടെ ഉയർന്ന എതിർപ്പുകളെ ഞാൻ നേരിട്ടൊരു രീതിയുണ്ട്. അതുമായി ഞാൻ ഇറങ്ങിയാല് ഇന്നിപ്പൊ അവിടെ ഒരു യോഗം കൂടിയില്ലേ, അതേ ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ റീത്ത് വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും. എന്റെ പൊന്നോ, സമ്മതിച്ചു. ഈ പറയുന്ന കേട്ടിട്ടേ എന്റെ ഉള്ളിൽ തന്നെ ഒരു പേടി കയറുന്നുണ്ട്. അതെ, ഞാൻ ഏട്ടനോട് പറഞ്ഞ് ഭൂമിയുടെ കാര്യം ശരിയാക്കിയിട്ടുണ്ട്. 1-2 ദിവസം കഴിഞ്ഞാ ഭൂമി എന്റെ കൈ കിട്ടും. കൈ കിട്ടിക്കഴിഞ്ഞാ ഞാനത് നേരെ സാംസന്റെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. നളിനി മിടുക്കിയ. കൂട്ടത്തിലിരുന്നവർക്ക് ഞാൻ ഓഫർ ചെയ്തത് നടപ്പ് വിലയുടെ 10 ഇരട്ടിയാ. പക്ഷേ നളിനിക്ക് അതിനേക്കാൾ കൂടുതലായിരിക്കും ഞാൻ തരുന്നത്. അത് നളിനി എന്നോട് കാണിക്കുന്ന വിശ്വാസത്തിന്റെ കൂലിയാ. സത്യം? തീർച്ചയായും. നളിനിയും നളിനിയുടെ മകനും അവർക്കിടയിൽ തന്നെ ഉണ്ടാവണം. അവരുടെ നീക്കങ്ങൾ അറിഞ്ഞ് എനിക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കുന്നവർ എന്നോടൊപ്പം വളരുന്നതാ എനിക്കിഷ്ടം. അതാരായാലും.
സഹായിക്കും, ഞാൻ സഹായിച്ചിരിക്കും. ശിവന്മാരുടെയൊക്കെ മുമ്പില് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയേ പറ്റും. എന്തോ പറ്റിയിടൂ? കുറെ നേരമായിട്ട് തന്റെ ശബ്ദം കേൾക്കാനില്ലല്ലോ. ഈ വീട് പൊഴിഞ്ഞതുപോലായില്ല രഘുവേട്ട. നിത്യമോള് പോയി കഴിഞ്ഞപ്പോഴാണ് അവളിവിടെ എന്തൊക്കെയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. അതിന് നിത്യമോള് സ്ഥിരമായിട്ട് പോയതൊന്നുമല്ലോ. മനസ്സിനൊരു വിഷമം തട്ടി അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. തിരിച്ചു വരാമെന്ന് നിന്നോട് വാക്ക് പറഞ്ഞിട്ടല്ലേ മോള് പോയത്? അതെ, എൻ്റെ അടുത്തേക്ക് അവള് വരും, ആ വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അവളുടെ മനസ്സ് വല്ലാതെ നൊന്നിട്ടുണ്ട്. അത് പെട്ടെന്നൊന്നും മാറില്ല രഘുവേട്ട. എടോ, താനിങ്ങനെ സത്യം പറയട്ടെ, എനിക്ക് അവളെ കാണാൻ തോന്നുക രഘുവേട്ട. അവളെ എൻ്റെ അടുത്തുണ്ടായേ പറ്റൂ രഘുവേട്ട. ആ സുജാതെ, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? എപ്പോ? ആ, ഇപ്പൊ തന്നെ പോവാം. കാര്യമൊക്കെ ശരി, നിത്യമോൾ ഇവിടുന്ന് പോയി. ഇവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കില്ല നിത്യമോൾ കൂടുതൽ വിഷമിക്കുക. മോളെ തന്നെ കാണാത്തോണ്ടായിരിക്കും. ഈ പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അമ്മയും മോളും കൂടി അത്രയ്ക്കങ്ങ് അടുത്തു പോയില്ലേ? കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ ചിലപ്പോ ഒന്നിച്ചായിരുന്നിരിക്കും അല്ല രഘുവേട്ട? അടുത്ത ജന്മത്തിലും അങ്ങനെ ആയിരിക്കും. ഈ സത്യസന്ധമായ ബന്ധങ്ങളുണ്ടല്ലോ, വല്ലപ്പോഴും ഒരിക്കലാണോ സംഭവിക്കുന്നത്. അത് വീണ് കിട്ടുന്ന സൗഭാഗ്യങ്ങളാ. അതിപ്പോൾ ഭാര്യയിൽ നിന്നാവാം, മക്കളിൽ നിന്നാവാം, വന്നു കയറുന്ന മരുമക്കളിൽ നിന്നാവാം. എവിടെ നിന്ന് കിട്ടിയാലും അത് കൊതി തീരുവോളം ആസ്വദിക്കാനുള്ളതാ. പോകുമ്പോഴേ നമുക്ക് ജീവനെ കൂടി കൂടുകൂട്ടാം. എന്തിന്? ഇത്രയും നേരം കൊണ്ട് എന്തെങ്കിലും ഒരു സമാധാനം എൻ്റെ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവനെ കാണുന്നതോടുകൂടി ഇല്ലാതാവും. ശരി, അവൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെ എന്ന് കരുതി അവരെ തമ്മിൽ പിരിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ തനിക്ക്? മോന്റെ രീതികൾ മാറണം, അവര് തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഇതൊക്കെ തന്നെയല്ലേ താനും ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു തിരുത്തെന്ന നിലയ്ക്ക് എത്ര തവണയായി രഘുവേട്ട തിരുത്താന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും മാറ്റമുണ്ടോ? എടോ, ഈ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ നിരന്തരമായി ജീവനെ അവഗണിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സിൽ അത് വേറെ ചില ചിന്തകൾ ഉണ്ടാക്കും. എന്തായാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുവാനെ? നമ്മുടെ മോനായി പോയില്ലേ? ശരി, രഘുവേട്ടൻ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോ. പക്ഷെ ഒരു കാര്യം, ഇനി അവന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയ തെറ്റുപോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ലീവ് കഴിഞ്ഞ് രഘുവേട്ടൻ അങ്ങ് പോവും. പിന്നെ എന്റെ കൺമുമ്പിൽ ഇതൊക്കെ നടക്കുക. പോകുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബം സമാധാനത്തിൽ എത്തിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഇപ്പം എന്തായാലും നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം. നമ്മളെ ഒരുമിച്ച് കാണുമ്പോൾ നിത്യമോൾക്ക് അതൊരു ആശ്വാസവും. പറഞ്ഞ് മനസ്സിലാക്കാൻ താനുണ്ടല്ലോ. താൻ പെട്ടെന്ന് റെഡിയാവും. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം.
വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിയത്. അവിടേക്ക് തന്നെയാണെന്ന് എന്തുറപ്പ്? പൂർവ്വകാമുകനുണ്ടല്ലോ, പിന്നെ അവളെ വാഴ്ത്തിപ്പാടുന്നവർ ഇഷ്ടം പോലെയില്ലേ? കണ്ണീര് കാണിച്ച് ഏതെങ്കിലും ഒരുത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ അവൻ അഭയം കൊടുക്കുമല്ലോ. അവൾ അവളുടെ വീട്ടിലുണ്ടെന്നറിയാൻ എന്താ മാർഗം? നീ എന്താടാ ഇങ്ങനെ ആലോചിച്ചോണ്ട് മലന്ന് കിടക്കുന്നത്? ഒന്നുമില്ല. എടാ, മനസ്സ് സ്വയം തിരുത്തുന്നതിന് മുമ്പ് ആളുകൾ വെറുതെ ഇരിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്. എന്താ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിന്റെ മനസ്സിൽ? ചോദിച്ചത് മനസ്സിലായില്ലേ നിനക്ക്? നീ ചെയ്ത തെറ്റുകൾ തിരുത്താൻ നിനക്ക് ഉദ്ദേശമുണ്ടോന്ന്? ഉണ്ട്. ഞാനും അമ്മയും കൂടി നിത്യയുടെ അടുത്തേക്ക് പോവാ. അമ്മയ്ക്ക് നിത്യ കാണാതിരിക്കാൻ പറ്റില്ല. ഇനി നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനും അയാളിപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചുള്ളൂ. എന്നാ റെഡിയോ, നമുക്കിറങ്ങാം. പക്ഷെ ഒരു കാര്യം, അപമാനിച്ചതിനും ദ്രോഹിച്ചതിനും ഒക്കെ മാന്യമായൊരു മറുപടി ഉണ്ടെങ്കിൽ മാത്രമേ നീ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങാവൂ. ഇല്ല ഇല്ലച്ചാ, ഇനിയും എൻ്റെ ഭാഗത്തുനിന്നും. മതി മതി, പറഞ്ഞു നീ എന്നെ വിശ്വസിപ്പിക്കാൻ നിൽക്കണ്ട. പ്രവൃത്തിയിലൂടെ അത് കാണിക്കണം, മനസ്സിലായോ? എടാ, നിനക്ക് ചുറ്റുമുള്ള എല്ലാവരും നല്ലത് മാത്രം പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് നീ എങ്ങനെയാടാ മോശമായിട്ട് ചിന്തിക്കുന്നത്? അതിന്റെ അർത്ഥം നിനക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അതിനല്ലേ പരിഹാരം കാണേണ്ടത്? അതിനെയല്ലേ തിരുത്തേണ്ടത്? ആലോചിച്ചിട്ട് മനസ്സിൽ ഉറപ്പിച്ചു വാ. തൽക്കാലം അടങ്ങി ഒതുങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോവാം. അറിയാലോ അവൾ എന്താ ചെയ്യുന്നതെന്ന്. കഴിഞ്ഞ ദിവസം വന്ന കത്ത് കൈവിട്ടു പോയി. ഒരു മറുപടി എഴുതിയില്ല. കത്ത് വായിച്ചു. മറുപടി ദീർഘമല്ലെങ്കിലും ഓരോ വാക്കുകളും എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. കവിത പോലെ തന്നെ. ഇനിയും കവിതകൾ പാടണമെന്ന് എന്നോട് പറഞ്ഞാൽ പോരാ, വീണ്ടും കവിതകൾ എനിക്ക് അയച്ചു തരണം. എന്താ വലിയ വലിയ പ്രസിദ്ധീകരണങ്ങൾക്കൊന്നും കവിത അയച്ചു കൊടുക്കാത്തത്? ഉറപ്പായിട്ടും പ്രസിദ്ധീകരിക്കും. അതോ എഴുത്തുകാരുടെ ഒരു സ്ഥിരം ശീലമുണ്ടല്ലോ, കട്ടിയുള്ള ഒരു പുറന്തോടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒളിച്ചിരിക്കുക എന്നുള്ളത്.
അതുപോലെ ചെയ്യുന്നതാണോ? ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്. എൻ്റെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ആ കാറ്റിനെ വിളിക്കുന്നത് മധുര നൊമ്പരക്കാറ്റെന്ന്. തൊട്ടും തലോടിയും അത് കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങയുടെ വരികൾ ഓർക്കും. ആ വരികൾ എഴുതിയ ആളുടെ മനസ്സിലെ നന്മയെക്കുറിച്ചോർക്കും. എനിക്കറിയാം, എനിക്കുറപ്പുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അങ്ങനെ. അങ്ങനെ ഒരു മനസ്സിൽ നിന്നല്ലാതെ ഇത്രയും മനോഹരമായ വരികൾ പുറത്തേക്ക് വരില്ലല്ലോ. ഇനിയും എഴുതണം. എന്നും മനസ്സിന് സമാധാനം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആരാധിക.